നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഓണത്തിന്റെ വരവറിയിച്ച അത്തം. മലയാളി ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കുകളിലേക്ക് കടന്നു. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് നൽകാൻ സർക്കാർ തീരുമാനം. തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ചിമ്മിനി ഡാം സൈറ്റിലേക്കുള്ള പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം സെപ്റ്റംബർ 13 മുതൽ ആരംഭിക്കാൻ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. കല്ലൂർ പച്ചളിപ്പുറം പൊന്നാരി മൂലയിൽ ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ സ്വകാര്യ ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ ഉദ്യാനം പദ്ധതി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മനക്കുളകര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഓണവിശേഷങ്ങളുമായി പൊന്നോണം വരവായി. മലയാളം ചൊല്ലും നാട്, കരനീളെ തുമ്പപ്പൂവ്, ചിരി തൂകി പഴമകളിലെ തിരുവോണം വിടര. പൊന്നോണം വരവായി. ഓണത്തിന്റെ വരവറിയിച്ച് അത്തം. മലയാളി ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കുകളിലേക്ക് കടന്നു. വീട്ടുമുറ്റത്തെ ചെമ്പരത്തിയും പനിനീർപ്പൂവും വിപണിയിൽ നിന്നെത്തുന്ന പല നിറപ്പൂക്കളും കൂട്ടിയാകുമ്പോൾ പൂക്കളത്തിന് ചന്തമേറെയാണ്. മാവേലിയെ വരവേൽക്കാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ഓരോ ദിവസങ്ങളും ആഘോഷങ്ങളുടേതുകൂടിയാണ്. ഓണക്കാലമായതോടെ പൂവിപണികളും സജീവം. ഓണപരീക്ഷകൾ കൂടി തീർത്താൽ കുട്ടികളും ഓണാഘോഷത്തിന്റെ പൂർണ്ണ ആവേശത്തിലേക്ക് എത്തും. ഇത്തവണ സെപ്റ്റംബർ 15-നാണ് തിരുവോണം. ചെട്ടിച്ചാൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ VU ദിവ്യ, മുൻ പഞ്ചായത്ത് അംഗം PS പ്രശാന്ത്, കൃഷി അസിസ്റ്റന്റ് M രാജിക, കർഷക കൂട്ടായ്മ പ്രസിഡന്റ് ദിവാകരൻ കുറ്റിലിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുറുമാലിക്കാവ് ക്ഷേത്രത്തിൽ പൂക്കളമൊരുക്കി. നന്ദിക്കര മുല്ലക്കൽ പറയൻ തറവാടിന്റെ നേതൃത്വത്തിലായിരുന്നു പൂക്കളമൊരുക്കിയത്. ദേവസ്വം ഓഫീസർ PV സജീവ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KS നന്ദകുമാർ, സെക്രട്ടറി ബിജു കിഴക്കൂടൻ, ട്രഷറർ രാജൻ കരവെട്ട്, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, മുല്ലക്കൽ തറവാട് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. വിവിധ ദേശക്കാരും വേലകളി സമുദായക്കാരും ക്ഷേത്ര ഉപദേശക സമിതിയും തിരുവോണം വരെ പൂക്കളം തീർക്കും. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ മൊത്തം കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് ഓണം അത്തം മുതൽ 10 ദിവസം ഓണക്കളം ഇടാമെന്നാണ് സമിതി കൂടി ആലോചിച്ച് തീരുമാനിച്ചത്. അതിൽ ഇന്ന് ആദ്യത്തെ ദിവസം മുല്ലക്കർ പെരിയോർ ദേശം നന്ദിക്കര അവരാണ് ഇപ്പം ഇന്ന് ദേവിയുടെ പടം വരച്ചിട്ട് പൂക്കളം ഇട്ടിട്ടുള്ളത്. വയനാടിന് കൈത്താങ്ങാകാൻ അത്തം നാളിൽ പായസ ചലഞ്ചുമായി വെണ്ടൂർ സെന്റ് മേരീസ് UP സ്കൂൾ. PTA ആഭിമുഖ്യത്തിൽ നടന്ന പാലട പായസ ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുന്നേലിപ്പറമ്പിൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് പ്രവീൺ, ഫസ്റ്റ് അസിസ്റ്റന്റ് GC ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. അധ്യാപകർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായി. നമ്മുടെ വിദ്യാലയത്തിൽ നടത്തുന്ന പാലട പായസം ചലഞ്ചിൻ്റെ വിതരണോദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന റവറൻഡ് ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിലിനെ ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ കയ്യടികളോടെ സ്വാഗതം ചെയ്യും. നല്ല നാളാണ്, കാരണം പ്രതീക്ഷയുടെ ഒരു നാളാണ് അത്തം നാള്. കാരണം പണ്ടേ നാം കേട്ടിട്ടുണ്ട് അത്തം 10 ഓണം. അത്തം വന്നാൽ ഉടനെ നമുക്ക് ഓണത്തെക്കുറിച്ചുള്ള നല്ല മധുരസ്മരണയാണ് ഉണ്ടാവുക. കൊടകര പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനും കുടുംബശ്രീയും ചേർന്ന് നടത്തിയ പൂക്കൃഷി വിളവെടുത്തു. 8ാം വാർഡ് JLG ഗ്രൂപ്പിൽ നടന്ന വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ നയനതാര, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന സത്യൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ AR രാജേശ്വരി, പഞ്ചായത്ത് അംഗം ഷിനി ജെയ്സൺ, റോസ്ലി പാപ്പച്ചൻ, JLG ഗ്രൂപ്പ് പ്രസിഡന്റ് റോസി ഡേവിസ്, ലില്ലി ജൂഡി എന്നിവർ പ്രസംഗിച്ചു. ദർശനം FPCയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. നബാർഡ് ജില്ലാ DDM സെബിൻ ആന്റണി, ഇസാഫ് FPO പ്രോജക്ട് കേരള സ്റ്റേറ്റ് ഹെഡ് റോയ് വൈലോപ്പള്ളി, FPO അധ്യക്ഷ EA ഓമന പോൾ,
OV പ്രകാശൻ, രഞ്ജിത്ത് കൈപ്പള്ളി, KV സുബ്രഹ്മണ്യൻ, KA ജോൺകുട്ടി, CK ഗംഗാധരൻ എന്നിവർ സന്നിഹിതരായി. മലയാളം ചൊല്ലും നാട് കരനീളെ തുമ്പപ്പൂവ് ചിരി തൂകി പഴമകളിരിലെ തിരുവോണം വിടര പൊന്നോണം വരവായി. മറ്റു വാർത്തകളിലേക്ക്. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് നൽകാൻ സർക്കാർ തീരുമാനം. തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ഈ മാസം 11-ാം തീയതി മുതൽ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് ഓണത്തിന് മുൻപ് പണം കിട്ടുന്നത്. 60 ലക്ഷത്തോളം ആളുകൾക്ക് 3200 രൂപ വീതം ഓണത്തിന് മുൻപ് വീട്ടിലെത്തും വിധമാണ് ക്രമീകരണം. 1800 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനകളിൽ പ്രധാനം ക്ഷേമ പെൻഷൻ വിതരണമായിരുന്നു. ഇതടക്കം സാമൂഹിക സുരക്ഷാ നടപടികൾക്ക് കൂടുതൽ പണം വകയിരുത്തുമെന്നാണ് ധനവകുപ്പ് പറയുന്നത്. ചിമ്മിനി ഡാം സൈറ്റിലേക്കുള്ള പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം സെപ്റ്റംബർ 13 മുതൽ. ചിമ്മിനി ഡാം സൈറ്റിലേക്ക് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം സെപ്റ്റംബർ 13 മുതൽ ആരംഭിക്കാൻ ചിമ്മിനി ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. KK രാമചന്ദ്രൻ MLA സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ നിലവിലുള്ള ട്രക്കിംഗ്, സൈക്ലിംഗ്, കൊട്ടവഞ്ചി യാത്രയോടൊപ്പം ചിമ്മിനി ഡാം സൈറ്റിലേക്കും പ്രവേശനം നൽകാൻ തീരുമാനിച്ചു. ചിമ്മിനി ഡാം ടൂറിസം വികസനത്തിനായി ടൂറിസം കമ്മിറ്റി രൂപീകരിക്കും. ചിമ്മിനി ഡാം ടൂറിസത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കും കഫറ്റീരിയയും ഈ മാസം തന്നെ പ്രവർത്തന സജ്ജമാകും. പഞ്ചായത്തിന്റെ ടോയ്ലറ്റ് ബ്ലോക്കും ഈ മാസം തന്നെ നിർമ്മാണം പൂർത്തീകരിക്കും. ചിമ്മിനി ഡാം ടൂറിസത്തിൽ മെച്ചപ്പെട്ട സൌകര്യം ഒരുക്കണമെന്ന് ഇറിഗേഷൻ പഞ്ചായത്ത് അധികൃതരെ യോഗത്തിൽ അറിയിച്ചു. ചിമ്മിനിയിലെ നിലവിലുള്ള സൈക്ലിംഗിനും ട്രക്കിംഗിനും പുറമെ പുതിയ ട്രക്കിംഗ് റൂട്ടുകൾ തുറക്കാനും തീരുമാനിച്ചു. ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി ടൂറിസം ഫണ്ടും MLA ഫണ്ടും സംയുക്തമായി വിനിയോഗിച്ച് ചിമ്മിനി ടൂറിസം പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് പുതുക്കാട് MLA KK രാമചന്ദ്രൻ യോഗത്തിൽ പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പ് ചിമ്മിനി ഡാം ടൂറിസവുമായി ബന്ധപ്പെട്ട് സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ടൂറിസം വകുപ്പുമായി ചേർന്ന് പുതിയ DPR തയ്യാറാക്കും. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, വനം വകുപ്പ്, ഇറിഗേഷൻ, DTPC, ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് മണ്ഡലത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ, ജലജീവൻ മിഷൻ, PWD റോഡുകൾ, KRFB ഏറ്റെടുത്ത റോഡുകൾ എന്നിവയുടെ പ്രവർത്തന പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനായി യോഗം ചേർന്നു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായി. മുളങ്ങ് തൊട്ടിപ്പാൾ കുറുമാലി റോഡ്, തലോർ തൈക്കാട്ടുശ്ശേരി റോഡ്, നന്ദിപുലം വരന്തരപ്പള്ളി റോഡ് തുടങ്ങിയ PWD റോഡുകളിലെയും KRFB ഏറ്റെടുത്ത കൊടകര വെള്ളിക്കുളങ്ങര പുതുക്കാട് മുപ്ലിയം, കോടാലി, പള്ളിക്കുന്ന് പാലപ്പള്ളി റോഡ് എന്നീ റോഡുകളിലെയും പൈപ്പുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യോഗം ചേരാൻ തീരുമാനമായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, N മനോജ്, അജിത സുധാകരൻ, KM ബാബുരാജ്, സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അംഗം അൽജോപി ആന്റണി, ഇരിങ്ങാലക്കുട RDO MC റെജിൽ, കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ S സുമ, പുതുക്കാട് മണ്ഡലം നോഡൽ ഓഫീസർ ബിന്ദു രമേശ്, PWD റോഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ PP റാബിയ, വാട്ടർ അതോറിറ്റി നാട്ടിക പ്രോജക്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E രാജേഷ്, വാട്ടർ അതോറിറ്റി ചാലക്കുടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK വാസുദേവൻ, ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിതാബായ്, KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ ലയ O പ്രകാശ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK നിഖിൽ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, അളഗപ്പ് നഗർ പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ ഉദ്യാനം പദ്ധതി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ പ്രധാന അധ്യാപിക PK മിനി, PTA പ്രസിഡന്റ് VM സിനീഷ്, സീനിയർ അധ്യാപിക K ശ്രീജ, പദ്ധതി നടപ്പു ചുമതലയുള്ള അധ്യാപകൻ TS ബാബുരാജു എന്നിവർ പ്രസംഗിച്ചു. പദ്ധതിയുടെ ഭാഗമായി രക്തചന്ദനം, കരിങ്ങാലി, നീർമരുത്, ഇലഞ്ഞി, നാഗദന്തി എന്നീ വിവിധ ഇനം സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചു. തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് വലിയ അസുഖങ്ങൾ ഇന്ന് വന്ന് പിടിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതൽ എന്നോണാണ് ഇന്ന് ഈ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഔഷധ സസ്യങ്ങൾ എന്തായാലും എല്ലാ കാര്യങ്ങളും, അതായത് താഴ്ന്ന തട്ടിൽ നിന്ന് മുകളിലേക്ക് ആ രീതിയിലാണ്. അതുകൊണ്ടാണ് കുട്ടികളെ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂളുകളിലേക്ക് നമ്മുടെ ഔഷധ ഉദ്യാനം വരുന്നത്.
ഓൺലൈൻ വിലയേക്കാൾ വൻ വിലക്കുറവിൽ ഹോം അപ്ലയൻസുകളുമായി ബ്ലൂ ബെൽസ് ഹോംസ് ആൻഡ് മൊബൈൽസ് കോടാലിയിൽ LP സ്കൂളിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. ബ്ലൂ ബെൽസ് ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PG രഞ്ജിമോൻ ആദ്യ വിൽപ്പന നടത്തി. ജോജു അച്ചാണ്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് TVകൾ തുടങ്ങി എല്ലാവിധ ഹോം അപ്ലയൻസുകളും ബ്രാൻഡഡ് ആക്സസറീസും വൻ വിലക്കുറവിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആധാർ കാർഡുമായി വന്നവർക്ക് ഒരു മാസത്തെ അൺലിമിറ്റഡ് കോളും 1.5 GB ഡാറ്റയുമുള്ള പുതിയ സിം സൗജന്യമായി നൽകി. നോട്ടീസ് സ്റ്റാറ്റസായി ഇട്ടവർക്കെല്ലാം ₹1 ഹെഡ്സെറ്റും വിതരണം ചെയ്തു. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. ബ്ലൂ ബെൽസിൽ EMI സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഉണ്ടായിരിക്കും. കോടാലി ഇനി കൂടുതൽ കളറാകും. ബ്ലൂ ബെൽസ് ഹോംസ് ആൻഡ് മൊബൈൽസിലൂടെ. കോടാലി നമ്മൾ കളറാക്കാൻ വേണ്ടി ബ്ലൂ ബെൽസിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ മുഖ്യ അതിഥികൾ, നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ VS പ്രിൻസ് സാറിനെയും നമ്മളെ എല്ലാവരുടെയും സ്നേഹാദരങ്ങളോടുകൂടി നമ്മുടെ ബ്ലൂ ബെൽസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്നായി തന്നെ ഈ കാലത്ത് നല്ല കച്ചവടം നടക്കട്ടെ. കോടാലിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ മേന്മയുള്ള ഗൃഹോപകരണങ്ങളും മൊബൈൽ ആക്സസറീസും മൊബൈലും ഒക്കെ ലഭിക്കാനുള്ള ഒന്നായി ഇത് മാറട്ടെ. എല്ലാ നന്മകളും വിജയങ്ങളും ഈ സംരംഭത്തിന് നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ കൂടെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ബ്ലൂബെൽ ഹോംസിന്റെ രണ്ടാമത്തെ ഷോറൂം ബ്ലൂബെൽ ഹോം അപ്ലയൻസ് ഫോർഡാലിൽ തുറന്ന പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ഓണമാണ്. ഓണത്തിനോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായിട്ട് ഒരുപാട് ഓഫറുകൾ ബ്ലൂബെൽസ് ഹോംസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ കസ്റ്റമേഴ്സിന് ഹോൾസെയിൽ പ്രൈസാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ ഷോപ്പുകളെല്ലാം മൊബൈൽസിലായാലും ഹോംസിലായാലും ഹോൾസെയിൽ പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത്. ഓൺലൈൻ റേറ്റിനേക്കാളും താഴെയാണ് നമ്മുടെ പ്രൈസ് വരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഓഫറുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗിഫ്റ്റുകൾ, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് എല്ലാം പെർഫെക്റ്റായി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഓണം ബ്ലൂബെൽസിന്റെ കൂടെ. ബ്ലൂ ബെൽസ് ഹോംസ് ആൻഡ് മൊബൈൽസ് LP സ്കൂളിന് എതിർവശം കോടാലി. ഫോൺ 9744648484 9895866866. സഹോദര സ്ഥാപനങ്ങൾ ബ്ലൂ ബെൽസ് തൃശൂർ, വരന്തരപ്പള്ളി, കൊടകര. കല്ലൂർ പച്ചളിപ്പുറം പൊന്നാരിമൂലയിൽ ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ സ്വകാര്യ ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. കല്ലൂർ പച്ചളിപ്പുറം പൊന്നാരിമൂലയിൽ ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ സ്വകാര്യ ബസ് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് അപകടം. വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 8:30 സംഭവം. തൃശൂർ തൃക്കൂർ കല്ലൂർ മണ്ണമ്പേട്ട റൂട്ടിലോടുന്ന വിനായക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങളും രേഖകളും നൽകുന്നതിൽ ചാലക്കുടി DVSPക്ക് വീഴ്ച സംഭവിച്ചതായി തൃശൂർ റൂറൽ SP-യുടെ ഉത്തരവ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനും ചെങ്ങാലൂർ സ്വദേശിയുമായ VA ലിൻഡോ നൽകിയ അപ്പീൽ തീർപ്പാക്കിക്കൊണ്ടാണ് SP ഉത്തരവിട്ടത്. അപേക്ഷകൻ ആവശ്യപ്പെട്ട വിവരങ്ങളും രേഖകളും സൗജന്യമായി നൽകുവാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെങ്ങാലൂർ മാട്ടുമലയിലെ പൈനാടത്ത് ക്രഷറുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ പരിക്കേറ്റ വാദിയെ പ്രതിയാക്കി പുതുക്കാട് SHO സുനിൽദാസ് കേസെടുത്ത സംഭവത്തിൽ വിവരാവകാശ രേഖയ്ക്ക് ലിൻഡോ പുതുക്കാട് സ്റ്റേഷനിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. മുൻ SHO സുനിൽദാസ് ഇപ്പോൾ മറ്റൊരു ക്വാറി ഉടമയിൽ നിന്നും 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ സസ്പെൻഷനിലാണ്. 50 ദിവസം കഴിഞ്ഞിട്ടും മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ചാലക്കുടി DYSPക്ക് അപ്പീൽ അപേക്ഷ നൽകിയിരുന്നു. അപ്പീൽ അപേക്ഷയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് അപ്പീൽ അപേക്ഷയിൽ സ്വീകരിച്ച നടപടിക്രമങ്ങൾ അറിയുന്നതിനു വേണ്ടിയും DYSP ഓഫീസിൽ മറ്റൊരു വിവരാവകാശ രേഖയ്ക്കായി അപേക്ഷ നൽകിയത്. എന്നാൽ അപേക്ഷയിൽ ആവശ്യപ്പെട്ട വിവരങ്ങളും രേഖകളും നൽകാതെയാണ് മറുപടി നൽകിയത്. ഇതിന്മേലുള്ള അപ്പീലിലാണ് SP-യുടെ ഇപ്പോഴത്തെ നടപടി.
ജനുവരിയിൽ പുതുക്കാട് സ്റ്റേഷനിൽ ആവശ്യപ്പെട്ട വിവരങ്ങൾ അപ്പീൽ അധികാരിയായ ചാലക്കുടി ഡിവൈഎസ്പിക്ക് അപ്പീൽ നൽകിയിട്ടും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ലെന്നും ചാലക്കുടി ഡിവൈഎസ്പി അപ്പീൽ അധികാരി എന്ന നിലയ്ക്കും വിവരാവകാശ ഓഫീസർ എന്ന നിലയ്ക്കും ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളതെന്നും പരാതിക്കാരൻ ആരോപണം ഉന്നയിക്കുന്നു. അംഗപരിമിതിയായ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പണ്ഡു സിന്ധുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ഡിഫറന്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. DAEA സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് തെക്കത്തല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TT രാമചന്ദ്രൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ, NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. അതുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി അവരത് കാണണം. അങ്ങനെയാണ് സാമൂഹ്യക്ഷേമം. തന്റെ മണ്ഡലത്തിൽ തന്റെ മുമ്പിലുള്ള ഒരു സാമൂഹ്യ വിരുദ്ധമായ അല്ലെങ്കിൽ മനുഷ്യത്വം തെറ്റിദ്ധരിപ്പിച്ചു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ ഊട്ടുനേർച്ച ശനി ഞായർ ദിവസങ്ങളിൽ. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രതിഷ്ഠാ തിരുനാളും ഊട്ടുനേർച്ചയും ശനി ഞായർ ദിവസങ്ങളിലാണ്. ഊട്ടു തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ 5:45-നും 7:30-നും വിശുദ്ധ കുർബാന നടക്കും. ഫാദർ ഫ്രെഡറിക് എലുവത്തിങ്കൽ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് കാർമ്മികനാകും. ഫാദർ ഡൊമിനിക് തലക്കോടൻ തിരുനാൾ സന്ദേശം നൽകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:45-നും 7:15-നും വിശുദ്ധ കുർബാന നടക്കും. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ രാജു അക്കര കാർമ്മികനാകും. ഫാദർ ബാസ്റ്റ്യൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകുന്നേരം 4:30-ന് ഫാദർ ഡിറ്റോ കൂള കാർമ്മികനായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരിക്കും. 15-ന് 8-ാമിട ചടങ്ങുകൾ നടക്കും. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച നടത്തുന്ന ക്യാമ്പ് തിരുവോണമായതിനാലാണ് ഈ മാസം 2ാമത്തെ ഞായറാഴ്ച നടത്തുന്നത്. ഒക്ടോബർ മാസം മുതൽ എല്ലാ 3ാമത്തെ ആഴ്ചകളിലും ക്യാമ്പ് നടക്കും. ഭാരവാഹികളായ KK വെങ്കിടാചലം, K സഞ്ജീവ് മേനോൻ, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റവും, സാധാരണ എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്താറെങ്കിലും ഈ മാസം 3ാമത്തെ ഞായറാഴ്ച തിരുവോണമാണ്. തിരുവോണത്തിന്റെ ദിവസമായതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ ക്യാമ്പ് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രീപോൺ ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക, ഇതൊക്കെ മാർഗമുള്ളൂ. അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ എന്തായാലും ക്യാമ്പ് നടത്തണം എന്ന തീരുമാനത്തിലെത്തി. അത് ഒരാഴ്ച മുൻപ്, അതായത് 3ാമത്തെ ഞായറാഴ്ചക്ക് പകരം 2ാമത്തെ ഞായറാഴ്ച എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6000-ൽ പരം മെമ്പേഴ്സിന് കാറ്ററാക്ട് സർജറി നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ ക്യാമ്പിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ടുള്ള ചെക്കപ്പും ഓപ്പറേഷനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും ഹോസ്പിറ്റാലിറ്റി ചാർജും എല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സംഗീതത്തിന്റെ അനശ്വര മുഖങ്ങളിലൊന്നായ സംഗീത സംവിധായകൻ സലിൽ ചൌധരിയുടെ ഓർമ്മ ദിനത്തിൽ സലിൽ ദായുടെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് കൊടകരയിൽ സംഗീത സന്ധ്യ സംഘടിപ്പിച്ചു. സ്നേഹം എന്ന ആശയത്തെ ആസ്പദമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കലാ മ്യൂസിയമായ കൊടകര ആർട്ട് ഓഫ് മ്യൂസിയത്തിലെ തുറന്ന വേദിയിലാണ് സലിൽ സംഗീത സന്ധ്യ അരങ്ങേറിയത്. വെള്ളിക്കുളങ്ങരയിലെ ശ്യാമ ആർട്സ് ആൻഡ് മ്യൂസിക് അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സംഗീത സന്ധ്യയിൽ ഗായകരായ ശശി മേനോൻ, വർഗീസ് ജോൺ, ശ്രീനി പാലക്കൽ എന്നിവർ സലിൽ ചൌധരിയുടെ വിവിധ ഭാഷകളിലുള്ള സ്നേഹസുരഭിലമായ ഗാനങ്ങൾ ആലപിച്ചു. മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ആമുഖ ഭാഷണം നടത്തി. നിരവധി പേർ സംഗീത സന്ധ്യയിൽ ആസ്വാദകരായി എത്തി. വാത്സല്യവും സൗഹൃദവും പ്രണയവും നിറയുന്ന ദൃശ്യകലകളിലൂടെയും സംഗീതം, സാഹിത്യം എന്നിവയിലൂടെയും വ്യക്തികൾക്കിടയിൽ ആഴത്തിലുള്ള സ്നേഹവും സാമൂഹിക ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആർട്ട് ഓഫ് മ്യൂസിയം ഒരുക്കുന്ന പരിപാടികളുടെ പരമ്പരയിലെ ആദ്യത്തേതായിരുന്നു സലീൽ സംഗീത സന്ധ്യ. അങ്ങനെ ലോകത്തിലെ പല കലാകാരന്മാരും വളരെ ഫിസിക്കലായിട്ടുള്ള അടുപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ജനറൊക്കെ പഠിച്ചതാണ്. മരത്താക്കര കുഞ്ഞിനംപാറയിൽ വീണ്ടും തീപിടുത്തം. ആവണി കളക്ഷൻ എന്ന ഫാൻസി ഷോപ്പിലാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച രാത്രി 10:30-ക്കാണ് തീപിടുത്തമുണ്ടായത്. തൃശൂരിൽ നിന്നും പുതുക്കാട് നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
കഴിഞ്ഞ ദിവസം കുഞ്ഞനംപാറയിൽ ഫർണിച്ചർ ഷോപ്പിനും തീപിടിച്ചിരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ശാസ്താംപൂവം ആദിവാസി നഗറിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി ശനിയാഴ്ച വൈകിട്ട് 3:30 ശാസ്താംപൂവം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കും. ലീഗൽ മെട്രോളജി മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയാകും. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നായരങ്ങാടി ഷൺമുഖ SN ഹാളിലാണ് ക്യാമ്പ്. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്യും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിക്കും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 23 ദിവസത്തിനുള്ളിൽ പശ്ചിമ ബംഗാൾ ഒഡീഷ തീരത്തിനു സമീപം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത. തുടർന്നുള്ള 34 ദിവസത്തിനുള്ളിൽ കരയിൽ പ്രവേശിച്ച് പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാനാണ് സാധ്യത എന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇടവിട്ടുള്ള ഒറ്റപ്പെട്ട മഴ തുടരും. വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള മായന്നൂർ ഡൊമസ്റ്റിക് വയലൻസ് ഷെൽട്ടർ ഹോമിൽ ഓഫീസ് അസിസ്റ്റന്റ്, വാച്ച് വുമൺ എന്നീ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. താൽപര്യമുള്ള വനിതകൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി സെപ്റ്റംബർ 6 രാവിലെ 10:30 തണൽ മാതൃസദനത്തിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക. ഫോൺ നമ്പർ 9426220616. തൃശൂർ DTPC നടത്തുന്ന ടൂർ പാക്കേജുകളുടെ സെപ്റ്റംബർ മാസത്തെ ബുക്കിംഗ് ആരംഭിച്ചു. മസനഗുഡി, ഊട്ടി, മൈസൂർ, ഗവി, പറമ്പിക്കുളം എന്നീ സ്ഥലങ്ങളിലേക്കാണ് പാക്കേജ്. സെപ്റ്റംബർ 28 ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവം കാണുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് DTPC ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 0492320800 9496101737. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഓണത്തിന്റെ വരവറിയിച്ച അത്തം. മലയാളി ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കുകളിലേക്ക് കടന്നു. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് നൽകാൻ സർക്കാർ തീരുമാനം. തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ചിമ്മിനി ഡാം സൈറ്റിലേക്കുള്ള പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം സെപ്റ്റംബർ 13 മുതൽ ആരംഭിക്കാൻ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. കല്ലൂർ പച്ചളിപ്പുറം പൊന്നാരി മൂലയിൽ ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ സ്വകാര്യ ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ ഉദ്യാനം പദ്ധതി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്തു. മനക്കുളകര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.